നിത്തൂസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വൈജ്ഞാനിക സിദ്ധാന്തം ബ്രൂണർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബ്രൂണർ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. ജെറോം എസ് ബ്രൂണർ, ഓർത്ത് വയ്ക്കുക, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇനി അറിവ് ഒരു ഉൽപ്പന്നമല്ല, അതൊരു പ്രക്രിയയാണെന്ന് പറഞ്ഞത് ബ്രൂണറാണ്. ഓർത്ത് വെച്ചോളൂ, അറിവ് ഒരു ഉൽപ്പന്നമല്ല, അതൊരു പ്രക്രിയയാണെന്ന് പറഞ്ഞത് ബ്രൂണറാണ്. നെക്സ്റ്റ് പോയിന്റ്, ബുദ്ധിവികാസത്തിൻ്റെ തങ്കത്താക്കോലാണ് ഭാഷ എന്നഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ്. ബുദ്ധിവികാസത്തിൻ്റെ തങ്കത്താക്കോലാണ് ഭാഷ എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? ബ്രൂണർ. ബ്രൂണറിൻ്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ആശയ പഠന തന്ത്രങ്ങളുണ്ട്. ഒന്നാമത്തെ സ്കാനിങ്, രണ്ടാമത്തെ ഫോക്കസിങ്. എന്താണ് പറഞ്ഞത്? ബ്രൂണറിൻ്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ആശയ പഠന തന്ത്രങ്ങൾ, സ്കാനിങ്ങും ഫോക്കസിങ്ങും. ഓർത്ത് വെക്കണേ. അടുത്ത പോയിന്റ്, ബ്രൂണറിൻ്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ചിന്തന തന്ത്രങ്ങൾ, സെലക്ഷനും റിസപ്ഷനും. നേരത്തെ പറഞ്ഞത് ആശയ പഠന തന്ത്രങ്ങൾ, അതായത് ആ സ്കാനിങ്ങും ഫോക്കസിങ്ങും. ഇപ്പോൾ പറഞ്ഞത് ചിന്തന തന്ത്രങ്ങളാണ്, അത് സെലക്ഷനും റിസപ്ഷനുമാണ്. ഈ സ്കാനിങ് എന്ന പ്രക്രിയ സെലക്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ഫോക്കസിങ് എന്ന പ്രക്രിയ റിസപ്ഷൻ എന്ന ചിന്തന തന്ത്രത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഒന്നുകൂടി പറയാം, ബ്രൂണറിൻ്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ആശയ പഠന തന്ത്രങ്ങളാണ് ഏത്? സ്കാനിങ്ങും ഫോക്കസിങ്ങും. അതുപോലെ ബ്രൂണറിൻ്റെ അഭിപ്രായത്തിലുള്ള രണ്ട് ചിന്തന തന്ത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെലക്ഷനും റിസപ്ഷനും. തെറ്റിപ്പോരുതേ. പ്രധാനപ്പെട്ട കൃതികളുണ്ട്. ഇനി പ്രധാനപ്പെട്ട കൃതികളൊന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഓർത്ത് വെക്കണം, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനും ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും. രണ്ടും കുറച്ച് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് ആ പേരുകൾ വന്നേക്കണം അല്ലേ. പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികൾ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനും ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. മറ്റുള്ള കൃതികളുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആക്ച്വൽ മൈൻഡ്, പോസിബിൾ വേൾഡ്സ്, എ സ്റ്റഡി ഓഫ് തിങ്കിങ്, മൈൻഡിങ് ദ ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, ആക്ട് ഓഫ് മീനിങ്, അങ്ങനെ അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ രണ്ട് കൃതികളാണ്. ഏതൊക്കെയാണ്? ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ ഏതാ? ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം, എന്ന് വെച്ചാൽ സാംസ്കാരിക ഉപകരണം ഇംഗ്ലീഷ് വേർഡ് കൾച്ചറൽ ടൂൾ, ഓർത്ത് വെച്ചോളൂ. സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ. അപ്പോൾ സാംസ്കാരിക ഉപകരണം എന്നുള്ള വേർഡ് ഓർത്ത് വെക്കുക. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്നഭിപ്രായപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജെറോം എസ് ബ്രൂണർ. ഇപ്പോൾ ഈ സാംസ്കാരിക ഉപകരണം എന്നുള്ള ഒരു വേർഡ് പറഞ്ഞല്ലോ. ഈ സാംസ്കാരിക ഉപകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് പഠിക്കാനുള്ളത്. അതിലേതാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. സംസ്കാരം എന്ന് പറയുമ്പോൾ കൾച്ചർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, അതിലാണ് എന്ത്? ബ്രൂണറുടെ സാംസ്കാരിക ഉപകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകം. ഏതാണത്? ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. ഇനി കണ്ടെത്തൽ പഠനം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കണ്ടെത്തൽ പഠനം, അതായത് ബ്രൂണറുടെ ഒരു പഠന സങ്കല്പമാണ് കണ്ടെത്തൽ പഠനം. ഡിസ്കവറി ലേണിംഗ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. കണ്ടെത്തൽ പഠനം ഈ ഒരു ആശയത്തിന് പ്രചാരം നൽകിയ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഏത്? രണ്ടാമത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഏതാണ്? ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനിൽ സാംസ്കാരിക ഉപകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകം. പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനിൽ കണ്ടെത്തൽ പഠനം എന്ന ആശയത്തിന് പ്രചാരം നൽകി. അത്രയും ഓർത്ത് വയ്ക്കുക. ഇനി
അടുത്ത പോയിന്റ് ശ്രദ്ധിക്കൂ. ആധുനിക കാല വിദ്യാഭ്യാസത്തിൽ ഏറെ ചർച്ച വിഷയമായ ബ്രൂണറുടെ ആശയം ഏതാണെന്ന് ചോദിച്ചാൽ പഠിക്കാൻ പഠിപ്പിക്കൽ, ലേണിംഗ് ടു ലേൺ. ആധുനിക കാല വിദ്യാഭ്യാസത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ബ്രൂണറുടെ ആശയം ഏതാണ്? പഠിക്കാൻ പഠിപ്പിക്കൽ. അപ്പോൾ പഠിക്കാൻ പഠിപ്പിക്കൽ ബ്രൂണറുടെ ആശയമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ലേണിംഗ് ടു ലേൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്ക് ശ്രദ്ധിക്കുക. ബ്രൂണറുടെ പഠന സങ്കല്പങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 3 പഠന സങ്കല്പങ്ങൾ ഓർത്ത് വെക്കണം. ഒന്നാമത്തെ ചാക്രികാരോഹണ രീതി, സ്പൈറലിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. പിന്നെ സർപ്പിള രീതി എന്നൊക്കെ പറയും കേട്ടോ ഇതിനെ. അടുത്തത് കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പിന്നത്തെ ആശയദാന മാതൃക, ആശയ സമ്പാദന ദാന മാതൃക എന്നൊക്കെ പറയും. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അപ്പോൾ ബ്രൂണറുടെ പഠന സങ്കല്പങ്ങൾ 3 പറഞ്ഞു. ഏതൊക്കെയാണ്? ചാക്രികാരോഹണ രീതി, പിന്നത്തെ കണ്ടെത്തൽ പഠനം, പിന്നത്തെ ആശയദാന മാതൃക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ചാക്രികാരോഹണ രീതി. പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിൽ ചിട്ടപ്പെടുത്തണമെന്ന് ബ്രൂണർ സിദ്ധാന്തിക്കുന്നു. അതായത് നേടിയ അറിവിൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ പഠനരീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണത്? നേടിയ അറിവിൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ പഠനരീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയെങ്കിൽ ഇപ്പോൾ ജലം എന്ന ആശയത്തെ കുട്ടികൾ സ്വാംശീകരിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്കറിയാം അല്ലേ, ജലത്തിൻ്റെ ഉപയോഗങ്ങൾ പഠിപ്പിക്കും. പിന്നെ പിന്നീട് എന്താവും, പിന്നെ ജലം കൊണ്ടുണ്ടാകുന്ന ജലത്തിൻ്റെ ഉപയോഗങ്ങൾ, പിന്നെ ജലം എങ്ങനെ മലിനപ്പെടുന്നു, അങ്ങനെ ഓരോ സ്റ്റേജസ് ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കും ഓരോ ടോപ്പിക്കുകൾ അല്ലേ. പിന്നെ കുറച്ചും കൂടി വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ. അപ്പോഴും വലിയ ക്ലാസ് എത്തുമ്പോഴും ഈ ജലത്തിൻ്റെ ഉപയോഗം മാത്രമല്ല പഠിക്കുക, അത് ഒക്കെ മാറി അതൊരു വേറെ ലെവലിൽ എത്തിപ്പോവും അല്ലേ. അപ്പോൾ ആ ഒരു ക്രമപ്പെടുത്തലുണ്ടല്ലോ, അതാണ് ഈ ചാക്രിക ആരോഹണ രീതി. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. സ്പൈറൽ ഷേപ്പ് എന്നിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അല്ലേ. അത് തന്നെയാണ് ആ സ്പൈറൽ ഷേപ്പ്. നമുക്ക് മനസ്സിൽ വന്നാൽ ആ ഒരു ക്രമം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ആ ഒരു പഠനക്രമം എങ്ങനെയാണെന്ന്, ആ ഒരു ആശയക്രമീകരണം എങ്ങനെയാണെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, അടുത്ത സങ്കല്പം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടെത്തൽ പഠനം. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്കവറി ലേണിംഗ് അല്ലേ. ഒന്നുമില്ല, പഠിതാവ് സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുക, അത്രയേ ഉള്ളൂ. പഠിതാവ് സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുക എന്നതാണ് ബ്രൂണർ അവതരിപ്പിച്ച കണ്ടെത്തൽ പഠനം. ഇപ്പം ഇവിടെ ഇങ്ങനെയാവുമ്പോൾ കുട്ടികൾക്ക് തരംതിരിക്കൽ, നിരീക്ഷണം, അളക്കൽ, പ്രവചിക്കൽ, വിശദീകരിക്കൽ, നിഗമനത്തിലെത്തൽ തുടങ്ങിയ മാനസിക പ്രക്രിയകൾ ഉപയോഗിച്ച് പഠിക്കാൻ അവസരം നൽകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ കാര്യം. അപ്പോൾ എന്താണ് കണ്ടെത്തൽ പഠനം? പഠിതാവ് സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുക എന്നതാണ് ബ്രൂണർ അവതരിപ്പിച്ച കണ്ടെത്തൽ പഠനം. അത്രയാണ് ഇതിൽ ഓർത്ത് വെക്കാനുള്ളൂ. അടുത്ത പഠന സങ്കല്പം എന്താണ് പറഞ്ഞത്? ആശയദാന മാതൃക, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അതായത് ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയദാന മാതൃക എന്നൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതാണ്? ആശയദാന മാതൃക. കണ്ടെത്തൽ പഠനത്തിൽ അധിഷ്ഠിതമാണ് എന്ത്? ഈ ആശയദാന മാതൃക. ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വയ്ക്കുക. കണ്ടെത്തൽ പഠനത്തിൽ അധിഷ്ഠിതമാണ് ആശയദാന മാതൃക എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഈ ആശയ പഠനത്തിന് അവലംബിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവയെ അടിസ്ഥാനമാക്കി ബ്രൂണർ ബോധന മാതൃകകൾ തയ്യാറാക്കുകയും ചെയ്തു. ഓക്കെ, ഇപ്പം എന്താണ് ആശയദാന മാതൃക? ബ്രൂണർ
വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയദാന മാതൃക. അതുപോലെ കണ്ടെത്തൽ പഠനത്തിൽ അധിഷ്ഠിതമാണ് ആശയദാന മാതൃക. ആശയ പഠനത്തിന് അവലംബിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവയെ അടിസ്ഥാനമാക്കി ബ്രൂണർ ബോധന മാതൃകകൾ തയ്യാറാക്കുകയും ചെയ്തു എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഈ ആശയരൂപീകരണ ഘട്ടങ്ങളുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഒന്നാമത്തെ ഘട്ടം നിരീക്ഷണമാണ്, രണ്ടാമത്തെ താരതമ്യം, പിന്നെ തരംതിരിക്കലായി, ലാസ്റ്റ് എന്തായി നിഗമനത്തിലെത്തുക. എളുപ്പമാണ്. ആശയരൂപീകരണ ഘട്ടങ്ങൾ, ബ്രൂണറുടെ ആശയരൂപീകരണ ഘട്ടങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തെ നിരീക്ഷണം, രണ്ടാമത്തെ താരതമ്യം, മൂന്നാമത്തെ തരംതിരിക്കൽ, നാലാമത്തെ നിഗമനത്തിലെത്തുക. ഇനി ഈ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ആശയരൂപീകരണ ഘട്ടങ്ങൾ, അതുകൂടാതെ ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി, ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. വൈജ്ഞാനിക വികാസത്തിലെ ബ്രൂണേറിയൻ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പ്രവർത്തന ഘട്ടം, എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയും. രണ്ടാമത്തെ ബിംബഘട്ടം, ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയും. മൂന്നാമത്തെ പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ് എന്ന് പറയും. പ്രവർത്തന ഘട്ടം ഒന്ന് ശ്രദ്ധിക്കുക, എന്താ നോക്കാം. ഈ ഘട്ടത്തിൽ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും കായിക പ്രവർത്തനങ്ങളിലൂടെയാണ്. പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് ഇത്, അത്രയേ ഉള്ളൂ. പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് ഇത്, പ്രവർത്തന ഘട്ടം. അടുത്തത് ബിംബന ഘട്ടം. ഈ ഘട്ടത്തിൽ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിനു വിധേയമായ അനുഭവങ്ങളുടെ മാനസിക ബിംബങ്ങളിലൂടെയാണ്. ഒന്നുമില്ല, ഈ ഘട്ടത്തിൽ വസ്തുക്കൾ പദാർത്ഥത്തിൻ്റെ അഭാവത്തിലും ബിംബങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഓർത്തു വെക്കേണ്ട കാര്യം. ബിംബഘട്ടം എന്താണ്? ഈ ഘട്ടത്തിൽ വസ്തുക്കൾ പദാർത്ഥത്തിൻ്റെ അഭാവത്തിൽ ബിംബങ്ങളിലൂടെയാണ് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പ്രതിരൂപാത്മക ഘട്ടം. ഈ ഘട്ടത്തിൽ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രതീകങ്ങൾ മുഖ്യമായും ഭാഷ വഴിയാണ്. ഇവിടെ പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാ പദങ്ങളായി മാറ്റുകയും അങ്ങനെ ഗുണാത്മക ചിന്തനത്തിലേക്ക് വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം. പ്രതിരൂപാത്മക ഘട്ടം. ഈ ഘട്ടത്തിൽ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രതീകങ്ങൾ മുഖ്യമായും ഭാഷ വഴിയാണ്. ഇവിടെ പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാ പദങ്ങളായി മാറ്റുകയും അങ്ങനെ ഗുണാത്മക ചിന്തനത്തിലേക്ക് വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ വൈജ്ഞാനിക വികസനത്തിലെ ബ്രൂണേറിയൻ ഘട്ടങ്ങൾ 3 പ്രധാന ഘട്ടങ്ങൾ: പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് ഓർഡറിൽ പഠിച്ചു വയ്ക്കണം. കാരണം അതുപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നോക്കാം. ബ്രൂണറിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ മോഡൽ വരുന്നതെന്ന് നമുക്ക് അറിയണം. ബ്രൂണറിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ LP UP ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഓരോന്നും വായിക്കാം, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ: കണ്ടെത്തൽ പഠനം താഴെ പറയുന്നവരിൽ ആരുടെ സംഭാവനയാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. UP സ്കൂൾ അസിസ്റ്റൻറ്റ് 2016. ശ്രദ്ധിക്കുക. ഓപ്ഷൻസ്: DW ആൽപോർട്ട്. ഓപ്ഷൻസിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടെത്തൽ പഠനം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആരെ വരണം? അതെ, ജെറോം എസ് ബ്രൂണർ അല്ലേ. ഓപ്ഷൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു: DW ആൽപോർട്ട്, ജീൻ പിയാഷെ, ജെറോം ബ്രൂണർ, ആൽബർട്ട് ബന്ദുര എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. കണ്ടെത്തൽ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നെയാണ് മനസ്സിൽ വരേണ്ടത്? ജെറോം എസ് ബ്രൂണർ. അതാണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ്റെ മോഡൽ ഒന്ന് ഇറങ്ങിയിരുന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ: ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. അപ്പോൾ ഇതിൽ ക്രമങ്ങൾ തെറ്റിച്ച് തന്നിട്ടുണ്ട്. 3 ഘട്ടങ്ങൾ പറഞ്ഞല്ലോ, വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ക്രമം കണ്ടെത്താനാണ് പറഞ്ഞേക്കണത്. ഓപ്ഷൻസ്
പലതും ഘട്ടങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തന്നിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ വായിച്ചിട്ട് കൺഫ്യൂഷൻ വരുത്തിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് ആ ഓർമ്മ നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം എന്തൊക്കെയാണ് ആ ഘട്ടങ്ങൾ. ഓർഡർ എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ പ്രവർത്തന ഘട്ടമായിരുന്നു, രണ്ടാമത്തെ ബിംബന ഘട്ടം, മൂന്നാമത്തെ പ്രതിരൂപാത്മക ഘട്ടം. അങ്ങനെയാണ് ആൻസർ വരിക. ഇതിലിപ്പോൾ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പ്രതിരൂപാത്മക ഘട്ടം ആദ്യം അവരിട്ടുണ്ട്, പിന്നെ ബിംബന ഘട്ടം, പിന്നെ പ്രവർത്തനം. അങ്ങനെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് ഇട്ട് വെച്ചേക്കണത്. ഘട്ടങ്ങളുടെ ഓർഡർ തെറ്റിച്ചിട്ട് ഓപ്ഷൻസ് അങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൂടി വായിച്ച് കൺഫ്യൂഷൻ കൂട്ടണില്ല. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെച്ചാൽ മതി. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠന ഘട്ടങ്ങളിൽ പെടാത്തത് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം, അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം, പിന്നെ വിചിന്തന ഘട്ടം, പ്രവർത്തന ഘട്ടം. വിചിന്തന ഘട്ടം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ, അപ്പോൾ അത് ഒഴിവാക്കുക. ബാക്കിയെല്ലാം എന്താണ്? ജെറോം എസ് ബ്രൂണറുടെ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളാണ്. അപ്പോൾ ഇതിൽ പെടാത്തത് വിചിന്തന ഘട്ടം. അങ്ങനെ ഒരു ഘട്ടം ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുമില്ല അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏതാണ്? അപ്പോൾ ചാക്രിക ആരോഹണ രീതി ബ്രൂണറുടെയാണ് അല്ലേ, പഠന സങ്കല്പത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത്: ആശയ സമഗ്രം പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണം, പിന്നെ ഓപ്ഷൻ ബി ആശയ രൂപീകരണം അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണം, ഓപ്ഷൻ സി ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം, പിന്നത്തെ വിവിധ ആശയങ്ങൾ ബന്ധിപ്പിച്ചുള്ള ക്രമീകരണം. ഇതിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റും. എന്താണ് ആൻസർ വരിക? ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം അല്ലേ. ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ. അപ്പോൾ എങ്ങനെയായിരിക്കും? അതിൻ്റെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണത്തിൽ അത് സജ്ജീകരിക്കുള്ളൂ അല്ലേ. ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണമായിരിക്കും ചാക്രിക. ആ സ്പൈറൽ ഷേപ്പ് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെയായിരിക്കും ആ ക്രമീകരണം ഉണ്ടാവുക അല്ലേ. കാഠിന്യത്തിനനുസരിച്ചുള്ള ക്രമീകരണം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ചാക്രിക രീതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ്റെ മോഡൽ ശ്രദ്ധിക്കൂ. ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ത്രികോണം ABC-യിൽ കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C, ആ 3 കോണുകളും എന്നിട്ട് സമം 180 ഡിഗ്രി. അതായത് ഈ 3 കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് ബോർഡിൽ എഴുതി. ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ആശയ രൂപീകരണ പ്രക്രിയ എന്നൊക്കെ തുടക്കം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൂണറിൻ്റെ ഘട്ടങ്ങൾ ഓർത്തെടുക്കുക. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു: പ്രവർത്തന ഘട്ടം, ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രതീകാത്മക ഘട്ടം, രൂപാത്മക ഘട്ടം. അപ്പോൾ നോക്കുക, ഇന്ദ്രിയ ചാലക ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഏതാ വരിക? പ്രതീകാത്മക ഘട്ടം അല്ലേ. പ്രതീകാത്മക ഘട്ടം എന്താണത്? പ്രതീകാത്മക ഘട്ടം. അതാണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? ഒന്നാമത്തെ, അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. അടുത്തത്, നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തമായ ഉദാഹരണങ്ങളോടും കൂടിയതുമായിരിക്കണം. അടുത്തതോ, പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കണം. പുതിയ ആശയങ്ങളെ കുട്ടികൾക്കറിയാവുന്ന സമാനമായ മുൻ ആശയവുമായി ബന്ധിപ്പിക്കാൻ കഴിയണം. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നമുക്കറിയാം A ഒഴികെ BCD എല്ലാം നമുക്ക് നല്ലൊരു ആശയമായിട്ട് തോന്നുന്ന നിലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ യോജിക്കാൻ കഴിയാത്തത് ആദ്യം വായിച്ചത് തന്നെയാണ് അല്ലേ. അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിൽ തടസ്സം സൃഷ്ടിക്കുമെന്നാണ് പറയണത്. അത് ഒരിക്കലും സംഭവിക്കില്ല.
അല്ലേ? ആശയരൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കില്ല. കാരണം പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുമ്പോഴാണ് കൂടുതൽ അറിവുകൾ കുട്ടികൾക്ക് കിട്ടുക, അല്ലേ? അനുയോജ്യമായ ഉദാഹരണങ്ങളും അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങളും പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് കൂടുതൽ വ്യക്തത വരുള്ളൂ. അല്ലാതെ അതിന് ആശയരൂപീകരണത്തിന് ഒരിക്കലും തടസ്സം ഉണ്ടാവില്ല. അപ്പം അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെയാണ് യോജിക്കാൻ കഴിയാത്തത്, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ നോക്കൂ. ആശയരൂപീകരണ പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ബിംബനഘട്ടം. ഇനി വീണ്ടും ഓരോ ഘട്ടങ്ങൾ വായിക്കുന്നില്ല. ബിംബനഘട്ടമാണ് കറക്റ്റ് ആൻസർ വരിക. വസ്തുക്കളുടെ അഭാവത്തിൽ. ശ്രദ്ധിക്കുക. ആശയരൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കുക, ചിന്തിക്കുക? അതേത് ഘട്ടം? ബിംബനഘട്ടം എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉദ്ഗ്രഥന രീതി, വിഷയാധിഷ്ഠിത രീതി, ചാക്രിക രീതി, രേഖീയ രീതി. കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്ന രീതി കേട്ടോ. എന്താണത്? ചാക്രിക രീതി. അപ്പം ഇങ്ങനെയെല്ലാമാണ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മോഡൽ. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.